ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സുരക്ഷിതമായ കൈകളിലാണെന്ന് ഓരോ മത്സരവും നമ്മളോട് വിളിച്ചു പറയുകയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അണ്ടർ-19 ഏകദിന പരമ്പരയിൽ നിന്നുള്ള വാർത്തകൾ ഏതൊരു ഇന്ത്യൻ ആരാധകനെയും ആവേശത്തിലാഴ്ത്തുന്നതാണ്. പ്രത്യേകിച്ചും നമ്മളൊരു മലയാളി താരത്തെ കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഞ്ജു സാംസണിന് ശേഷം ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലേക്ക് കേരളത്തിൽ നിന്ന് ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി ഒരു പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്: ആരോൺ ജോർജ്. ഒപ്പം ഇന്ത്യൻ ക്രിക്കറ്റിലെ അത്ഭുത ബാലൻ വൈഭവ് സൂര്യവംശിയും. ഇവർ രണ്ടുപേരും ചേർന്ന് ദക്ഷിണാഫ്രിക്കൻ ബൗളർമാരെ അക്ഷരാർത്ഥത്തിൽ തല്ലി ഒതുക്കിയെന്ന് തന്നെ പറയാം. വൈഭവ് സൂര്യവംശി ഓരോ മത്സരത്തിലും നമ്മെ വിസ്മയിപ്പിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് യുവതാരത്തിന്റെ വെടിക്കെട്ട്. വെറും 24 പന്തിൽ നിന്നായിരുന്നു വൈഭവ് 68 റൺസ് അടിച്ചുകൂട്ടിയത്. 19 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച് യൂത്ത് ഏകദിന ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ 50 എന്ന റെക്കോർഡ് വൈഭവ് സ്വന്തമാക്കിയിരുന്നു. എന്നാൽ മൂന്നാം ഏകദിനത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമായിരുന്നു. വെടിക്കെട്ട് മാത്രമല്ല, വലിയ ഇന്നിങ്സുകൾ കെട്ടിപ്പടുക്കാനും തനിക്കറിയാമെന്ന് വൈഭവ് തെളിയിച്ചിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉജ്ജ്വലമായ സെഞ്ചുറിയാണ് ഈ 14-കാരൻ നേടിയത്. സിക്സറുകളുടെ പെരുമഴയായിരുന്നു ഇത്തവണയും. 74 പന്തിൽ 10 സിക്സറുകളുടെ അകമ്പടിയോടെ 124 റൺസാണ് വൈഭവ് സൂര്യവംശി നേടിയത്. 171.62 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു വൈഭവിന്റെ വെടിക്കെട്ട്. IPL രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്ന താരമാണ് വൈഭവ്. 1,10 ലക്ഷം രൂപയ്ക്കാണ് രാജസ്ഥാൻ വൈഭവിനെ ടീമിലെത്തിച്ചത്. ആ തീരുമാനം തെറ്റായിരുന്നില്ല എന്ന് കഴിഞ്ഞ സീസണിൽ തന്നെ വൈഭവ് തെളിയിച്ചതുമാണ്. മികച്ച ഫോമിൽ വൈഭവ് കളിക്കുന്നത് രാജസ്ഥാൻ റോയൽസിന് സന്തോഷം പകരുന്ന കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം മലയാളി താരത്തിലേക്ക് വരാം: ആരോൺ ജോർജ്. വൈഭവ് സൂര്യവംശിക്ക് ഒത്ത പങ്കാളിയായി ക്രീസിന്റെ മറുഭാഗത്ത് നിന്ന് അങ്കുരമിട്ടത് ആരോൺ ജോർജ് ആണ്. കോട്ടയം സ്വദേശിയാണെങ്കിലും ആരോൺ ജോർജ് നിലവിൽ ഹൈദരാബാദിന് വേണ്ടിയാണ് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മൂന്നാം യൂത്ത് ഏകദിനത്തിൽ വൈഭവ് ആക്രമിച്ച് കളിച്ചപ്പോൾ വളരെ പക്വതയോടെയുള്ള ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയ ആരോൺ ജോർജും മത്സരത്തിൽ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു. ദക്ഷിണാഫ്രിക്കൻ ബൗളിംഗ് നിരയെ നിഷ്പ്രഭമാക്കുന്നതായിരുന്നു ഇവരുടെ കൂട്ടുകെട്ട്. ഒന്നാം വിക്കറ്റിൽ രണ്ടുപേരും ചേർന്ന് 227 റൺസാണ് പടുത്തുയർത്തിയത്. അണ്ടർ-19 ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടുകളിൽ ഒന്നാണിത്. 106 പന്തിൽ 112 റൺസാണ് ആരോൺ ജോർജ് നേടിയത്. 16 ഫോറുകൾ അടങ്ങുന്നതായിരുന്നു ആരോൺ ജോർജിന്റെ ഇന്നിങ്സ്. അടുത്തിടെ സമാപിച്ച അണ്ടർ-19 ഏഷ്യ കപ്പിലും ആരോൺ ജോർജ് മികച്ച പ്രകടനം നടത്തിയിരുന്നു. സഞ്ജുവിൽ തീരില്ല ഇന്ത്യൻ ക്രിക്കറ്റിലെ മലയാളി തിളക്കം എന്ന സന്ദേശം തന്നെയാണ് തൻ്റെ പ്രകടനത്തിലൂടെ ആരോൺ ജോർജ് നൽകുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. 3 മത്സരമടങ്ങിയ പരമ്പര ഇന്ത്യ നേരത്തെ തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. മഴ ഭീഷണിയായ ആദ്യ 2 മത്സരങ്ങളിലും ഇന്ത്യ ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരമാണ് വിജയിച്ചത്. ആദ്യ മത്സരത്തിൽ 25 റൺസിനും രണ്ടാമത്തെ മത്സരത്തിൽ 8 വിക്കറ്റുകൾക്കുമായിരുന്നു ഇന്ത്യയുടെ വിജയം. വൈഭവിനെ പോലെ അക്രമകാരിയായ ഒരു ഓപ്പണറും ആരോണിനെ പോലെ ടെക്നിക്കലി പെർഫെക്റ്റായ ഒരു പങ്കാളിയും ചേരുമ്പോൾ വരുന്ന അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത്. ഈ 2 താരങ്ങളുടെയും പ്രകടനം വരും ദിവസങ്ങളിൽ സീനിയർ ക്രിക്കറ്റിലേക്കുള്ള അവരുടെ വളർച്ചയ്ക്ക് വലിയ അടിത്തറയിടുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്.